ഹായ് everyone, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നത് 18 വയസ്സുകാരി ഒരു 21 വയസ്സുകാരന്റെ കൂടെ ഒളിച്ചോടിയിരിക്കുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒളിച്ചോടാൻ പ്ലാൻ ഇടുന്ന ചെറിയ കുട്ടികൾ ഇത് ഓരോരുത്തരും അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ റിയൽ ആയിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതൊരു ഷോർട്ട് ഫിലിം പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോ സിറാജുദ്ദീൻ എന്ന് പറയുന്നത് ഈ ഒരു ഉസ്താദ് ഈ ഷഹലയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോ കുറെ പേര് പറയുവാണ്, നിങ്ങൾ എന്തിനാണ് ഉസ്താദെ ഷഹലയെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കൂടെ. പക്ഷെ ഉസ്താദ് പറഞ്ഞ ഭാഗം 100% ശരിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഉസ്താദ് എന്താണ് ഷഹലയെ കുറിച്ച് പറഞ്ഞതെന്നുള്ള കാര്യം ഞാൻ എന്തായാലും പ്ലേ ചെയ്യാം. അപ്പൊ ഈ വൃത്തികെട്ടവനെയും വൃത്തികെട്ടവളെയും പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഷഹലയുടെ ആങ്ങളെയാണ് ഇവരെ രണ്ടുപേരെയും പോയി പിടിച്ചത്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ആ ആങ്ങളയുടെ അവസ്ഥ. കാരണം ഈ വൃത്തികെട്ടുകൾ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഷഹലയെ പിടിച്ച വാർത്തയിലേക്ക് നമുക്ക് ആദ്യം പോകാം, അതിനുശേഷം ബാക്കി വിഷയങ്ങളിലേക്ക് വരാം. അപ്പൊ നിങ്ങളൊരു ഉപകാരം ചെയ്യണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ്. കാര്യം ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, അതിൽ കുറെ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒളിച്ചോടി പോയ സ്ത്രീയെ പറ്റിയിട്ടുള്ള, അതായത് ആ പുരുഷനെയും പറ്റിയിട്ടുള്ള വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, അവരെ വിവരം എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. തെറി വിളിക്കുന്ന ആൾ അവരുടെ തെറിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ട് അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ കുറേ ദിവസങ്ങളായി അവരെ കണ്ടുകിട്ടി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും സത്യാവസ്ഥയല്ല. അതായത് ഇന്നത്തെ ദിവസം, അതായത് 30-ാം തീയതി അവരെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ഏകദേശം വാളയാർ ചെക്ക് പോസ്റ്റ് നിന്നാണ് അവരെ കണ്ടുകിട്ടിയത്. പോലീസ് അറസ്റ്റ് ചെയ്ത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത്. അത് ഇവരെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തത് എനിക്കൊരു CC ക്യാമറ ദൃശ്യം അവരിത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ തമിഴ്നാട്ടിലുള്ള ഒരു CC ക്യാമറ ദൃശ്യമായിരുന്നു. അപ്പൊ അവിടുത്തെ ആ ഷോപ്പിലെ ആളാണ് എനിക്ക് അയച്ചു തന്നത്. ആ നമ്പർ പിന്നെ ഞാൻ ഇവർക്കും അവർ പോലീസുകാർക്കും എല്ലാവർക്കും കൊടുത്തു. അതുപോലെ അവിടെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ. പിന്നെ അവര് ഈ സ്ത്രീയുടെ ബ്രദർ അവിടത്തേക്ക് പോവുകയും പിന്നെ അവരപ്പം അവിടുന്ന് എസ്കേപ്പായി, അവിടുന്ന് മുങ്ങിയിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് ഇവരെ കണ്ടുകിട്ടുകയും നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പം ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്നത്. ഇനി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി അവരോടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇവന്റെ കൂടെ പോകുന്ന ഈ 3 കുട്ടികളെ വയ്യാതാരാക്കിയിട്ട് വന്ന അവന്റെ കൂടെ പോകുന്നോ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകുന്നോ, അല്ലെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും സഹോദരങ്ങളുടെ കൂടെ പോകുന്നോ എന്നൊക്കെ കോടതി ചോദിക്കും. ആ ചോദ്യത്തിൽ ഇവർ പറയുന്നതിനുള്ള ഉത്തരമായിരിക്കും അവരെ ജീവിതം തീരുമാനിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, സ്വന്തം 3 കുട്ടികളെയും ഒഴിവാക്കി വന്ന അവന്റെ കൂടെ പോയാൽ ഇവന്റെ സ്വന്തം കുട്ടിനെ അവൻ നോക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവളും. ഷഹലയുടെ കാമുകനെ ഷഹലയുടെ സഹോദരൻ അടിക്കാൻ പോയെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല. കാരണം തെളിവില്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും അതൊക്കെ വഴിയെ നമുക്കറിയാം. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കിയപ്പോ എനിക്ക് കിട്ടിയ ഒരു നിഗമനം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ചിലപ്പം ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു സംഭവം കൈയോടെ പിടിച്ചു കാണും. അത് എന്നിട്ട് ആ ഒരു സംഭവം പിടിച്ചതിന്റെ പേടിയിൽ ടെൻഷൻ അടിച്ചിട്ട് ഇവര് ഒളിച്ചോടിയതാകാനാണ് മിക്കവാറും ചാൻസ് കൂടുതൽ. ഇവര് ഈ റിലേഷൻഷിപ്പ് ചിലപ്പം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. ചിലപ്പം അവിടെ ഭാര്യയും മക്കളും ഉണ്ട്, ഇവിടെ ഭർത്താവും മോനും ഉള്ളതുകൊണ്ട് ശരിക്കും ആരും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നായിരിക്കും പ്ലാൻ. അപ്പോഴാണ് ചിലപ്പം ഭർത്താവ് ഒരാഴ്ച കഴിഞ്ഞ് വരുന്നുണ്ടെന്നുള്ള കാര്യം ഇവരറിയുന്നത്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലപ്പം എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെയോ എന്തെങ്കിലും വിഷയത്തിൽ ഇവര് ചിലപ്പം പിടിക്കപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും പേടിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ അല്ലാതെ എന്തോരം സമയം ഉണ്ടായിട്ടുണ്ട് ഒളിച്ചോടാനായിട്ട്. ഭർത്താവ് വരുന്നതിന് കുറച്ച് മുമ്പ് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ കാര്യം അറിഞ്ഞ് അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഭർത്താവിന്റെ സുഹൃത്തോ വീട്ടുകാരോ ആരെങ്കിലും പറഞ്ഞ് ഈ ഒരു റിലേഷനെ കുറിച്ച് ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് ചോദിച്ചപ്പം ഇവള് ചിലപ്പം വരുന്നതിന് മുന്നേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ കാരണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്റെ ഒരു ഡൗട്ടാണ്. എന്തായാലും നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ സിറാജുദ്ദീൻ ഖാസിമി എന്ന് പറയുന്ന ഈ ഉസ്താദ് ഷഹലയെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനു മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒളിച്ചോടാൻ പ്ലാൻ ഇടുന്ന എല്ലാവരും ഇതൊന്ന് കാണാം. ചെറിയൊരു പ്രശ്നം ഉണ്ടായി, എനിക്ക് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരേണ്ടി. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി നടക്കാൻ വയ്യോ? അച്ഛാ, എനിക്ക് 21, ഇവക്ക് 18. പിന്നെന്താ പ്രശ്നം? എന്തെങ്കിലും കാണിക്ക്. ചേച്ചി വിളക്കെടു. വിളക്ക് നിന്റെ ആളു ഇതാണ് നമ്മുടെ ഇനി കൊട്ടാരം. അമലേട്ടാ ചായ. ആളൂട്ടി
രാവിലെ തന്നെ അടുക്കള കയറിയാ? ആ ചേച്ചിയെ സഹായിക്കാൻ. ആ, അത് നന്നായി. ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഡയറി മിൽക്കല്ലേ, അത് ഞാൻ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ട്. അതല്ല, എനിക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന കാര്യം. ഞാൻ മറന്നിട്ടില്ല മാളൂട്ടി. എന്റെ ജോലി ഒന്ന് ശരിയാവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. എനിക്കറിയാം ചേട്ടാ അവസ്ഥ. പക്ഷേ ഞാനും പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിച്ചിരുന്നെങ്കിൽ എനിക്ക് ചേട്ടനെ സപ്പോർട്ട് ചെയ്യാമല്ലോ. അതൊന്നും വേണ്ട. നിന്നെ ഞാൻ ജോലിക്ക് വിടാനൊന്നുമല്ലേ കെട്ടിക്കൊണ്ടുവന്നത്, നിന്നെ അത്ര ഇഷ്ടമായിട്ടാ. അതെനിക്കറിയാം. അമലുട്ടാ, ഇങ്ങോട്ട് ഇറങ്ങിയാ. ഏത് നേരം നോക്കിയാലും കഥ അടച്ചിട്ടിരിക്കും ഭാഗത്ത്. അച്ഛാ, ഇങ്ങനെ പറയാതെ, കൂടെ ഒരു കുട്ടിയുള്ളതാ. ഓ, അതിനെന്താ, രണ്ടും പൊടി കുപ്പികളാ. എന്താ അച്ഛാ? നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ജംഗ്ഷനില് വേണുവിന്റെ കടയിൽ. നാളെ അവര് പോണം, ക്യാഷ്യറായിട്ടാണ്. അച്ഛാ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജോലി ചെയ്ത സ്ഥലം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവിടുത്തെ മുതലാളി ചുമ്മാ എന്നോട് ചൊറിയാൻ വരും. ഇതുപോലത്തെ ഒരു സ്ഥലമാണെങ്കിൽ ഞാൻ കളഞ്ഞിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്കൊരു ജോലി ഒപ്പിക്കാൻ അച്ഛൻ എന്തോരം കഷ്ടപ്പെടുന്ന അറിയോ? അതിന്റെ ഇടയ്ക്കാ അവന്റെ ഒരു കല്യാണ കഴിപ്പ്, ജോലി പോലും ഇല്ല. നിനക്ക് ജോലിക്ക് പോകണ ഹുങ്കാണ്, പിന്നെ കല്യാണം കഴിക്കാതെ നിൽക്കണ എന്റെ അസൂയി. അവളുള്ളോണ്ടാ നീ നിന്റെ ഭാര്യയും മലയൊക്കെ കഴിക്കുന്നത്. അവളുണ്ടാക്കി തന്നെ കഴിച്ചിട്ട് അവളെ വിഷമിക്കുന്നത്. പിന്നെ അനിയ ഇതുപോലൊരു പണി കാണിച്ചാലേ അവൾക്ക് എവിടെ നിന്ന് കിട്ടാനാ പയ്യെ? നിനക്ക് നിന്റെ കാര്യം, ഒരു ചേച്ചിയുള്ള കാര്യം ഓർത്തെങ്കിൽ നീ ഈ പണി കാണിക്കുമായിരുന്നു. അച്ഛൻ ഒപ്പിച്ചേരുന്ന ജോലി മര്യാദയ്ക്ക് ചെയ്തിട്ട് അവളുടെ വീട്ടുകാരെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ ജീവിക്കാൻ നോക്കു നീ. ഞാൻ മാളിലെ കെട്ടിയില്ലെങ്കിൽ ഇവിടെ കല്യാണം നടക്കാൻ പോണില്ല. ഇരിക്കുന്ന കോലം കണ്ടില്ലേ? പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും പണിയെടുക്കേണ്ട കാര്യമില്ല. ഓ, നീ കഷ്ടപ്പെടുമായിരിക്കും. നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പ്രായത്തിന്റെ ഓരോ ചാട്ടങ്ങൾ. നിന്നെ പഠിപ്പിച്ചൊരു നിലയ്ക്ക് എത്തിക്കാനായിരുന്നു എന്റെ ഉത്തരവാദിത്തം. ഇപ്പൊ ഒന്നുകൂടി എന്റെ തലയിലായി. അതിനെ പട്ടിണിക്കിടാതെ വല്ല ജോലിക്കും പോകാൻ നോക്കണം. ഞാൻ ജോലിക്ക് പോയിക്കോളാം, പ്രശ്നം കഴിഞ്ഞല്ല. ആ പ്രിയ ചേച്ചി. ആ മോളെ, സുഖമാണോ നിനക്ക്? ആ ചേച്ചി സുഖം. കൃപയ്ക്കോ? അവള് സുഖമായിട്ടിരിക്കുന്നു. അവൾക്ക് അഡ്മിഷൻ കിട്ടി ബാംഗ്ലൂർക്ക് പോയി. അല്ല, നിന്റെ അഡ്മിഷന്റെ കാര്യം എന്തായി? അമലേട്ടൻ ജോലി നോക്കുന്നുണ്ട് ചേച്ചി. അത് കിട്ടിയ എല്ലാം ശരിയാവും. അവൾ എപ്പോഴും പറയുമായിരുന്നു മോളെ അവളെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തെന്ന്. പല സബ്ജക്റ്റും അവൾക്ക് പാടായിരുന്നല്ലോ. മോളുടെ ട്യൂഷൻ നോട്ടൊക്കെ കൊടുക്കുമെന്നും പറയുമായിരുന്നു. അവളും മിടിക്കുക ചേച്ചി. അതുകൊണ്ടല്ലേ അവൾക്ക് ബാംഗ്ലൂരൊക്കെ അഡ്മിഷൻ കിട്ടിയത്. അന്ന് കാശിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ടേ അവൾക്ക് ട്യൂഷനൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷെ അവളെ ഭാഗ്യത്തിന് ഇപ്പൊ എൻട്രൻസ് എഴുതി എടുത്തതുകൊണ്ടേ ഫീസ് കുറഞ്ഞ കോളേജിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ മോൾ ഒരു വർഷം വെറുതെ കളയരുത്, പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ നോക്ക്. ഈ വർഷം പോയാൽ പാടാ. പിന്നെ ആ ചേച്ചി, അമലേട്ടൻ തിരക്കുന്നുണ്ട്. ചേട്ടന് ജോലിയായ പിന്നെ ഒരു പ്രൈവറ്റ് കോളേജിലെങ്കിലും വിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു. മോള് പോയത് പിന്നെ അമ്മയച്ചനും നാട് വിട്ടുപോയി അല്ലേ? ഏതോ ബന്ധു വീട്ടിലാണെന്നൊക്കെയാ കേട്ടെ. ആരടുത്തും രണ്ടുപേരും മിണ്ടില്ലായിരുന്നു. ഞാൻ തന്നെ മോള് പോയത് അറിഞ്ഞതേ അവരെ കാണാതായി അന്വേഷിച്ചപ്പോഴാ. മോളെ വിളിച്ചായിരുന്നോ? വിളിക്കുമായിരിക്കും, എത്രയായാലും അമ്മയച്ചനും അല്ലേ. ചേച്ചി, അവരെ പറ്റി എന്നോടൊന്നും പറയരുത്. എന്റെ ഇഷ്ടം അംഗീകരിച്ച അവർക്കെന്താ? അമലേട്ടൻ എന്താ ഒരു കുഴപ്പം? ചേട്ടനെ പൊന്നുമല്ലേ നോക്കണേ? അത് മോളെ, അവൻ ചെറിയ പയ്യനില്ലേ, അതുകൊണ്ടായിരിക്കും അവര് വേറൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും നല്ലൊരു നിലയിൽ എത്തിയിട്ട് കല്യാണം നോക്കാന്ന് പറഞ്ഞു. അത്രയല്ലേ ചെയ്തോളൂ. അതൊന്നും അല്ലേ ചേച്ചി, അവരുടെ സ്റ്റാറ്റസിനാവാൻ പറ്റിയില്ല. എന്നെ എന്തോരം ഉപദ്രവിച്ചെന്നറിയോ? എനിക്ക് വേറെ കല്യാണം നോക്കിയപ്പോഴല്ലേ ഞാൻ അമലേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോയെ. മോളെ, അവര് നിന്റെ നല്ലതായിരിക്കില്ലേ ആഗ്രഹിച്ചത്? ചേച്ചി, അവരെ സൈഡ് പറയണ്ട. ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എനിക്കിപ്പോ നല്ലൊരു ജീവിതം കിട്ടി. ഞാൻ ഇഷ്ടപ്പെട്ട ആളോട് ജീവിക്കാനും പറ്റി. പിന്നെ എനിക്കിനി അവരെ കാര്യം അറിയണ്ട. പിന്നെ ചേച്ചി, കൃപ അന്വേഷിച്ചെന്ന് പറയണേ. ബാംഗ്ലൂർ, അതും കൃപ. അവളുടെ ഭാഗ്യം. എന്റെ നോട്ട്സ് വാങ്ങി പഠിച്ചവളാണ്. ആ, എന്റെ വീട്ടുകാരന് ഏട്ടനൊന്നും കൊടുക്കില്ല. അതിനവരുടെ ആർക്കാണ്. അപ്പൊ ഞാൻ തന്നെ കണ്ടറിഞ്ഞു ചെയ്യണം. എനിക്കും ജോലി വാങ്ങണം, ഏട്ടനെ സഹായിക്കണം. ചേട്ടാ ചേട്ടാ, ഞാൻ ചേച്ചിയോട് ചോദിച്ച് കറി ഉണ്ടാക്കാൻ പഠിച്ചു. ചേട്ടന് വേണ്ടി സ്പെഷ്യലായിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കുളിച്ചിട്ട് വന്ന് കഴിക്കാം. കുളിക്കാനൊന്നും വയ്യ, ഭയങ്കര ക്ഷീണം. പിന്നെ കുളിക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? ഇന്നലെ ഞാൻ കടയിൽ പോയിട്ട് വരുന്ന വഴി എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയെ കണ്ടിരുന്നു. കടയിൽ പോയാ? നിന്റെ അടുത്ത് പുറത്തൊന്നും പോകലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് കറിക്കുള്ള സാധനം വാങ്ങാൻ പോയതാ. അപ്പൊ ആ ചേച്ചി പറഞ്ഞു കൃപയ്ക്ക് ബാംഗ്ലൂരിൽ അഡ്മിഷൻ ആയെന്ന്. എന്നോട് സമയം കളയാതെ അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞു. എന്റെ പൊന്നു മാളു, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയാലോ. ചേട്ടൻ ജോലിയായിട്ട് നോക്കാന്നല്ലേ പറഞ്ഞേ, അതാ ഞാൻ ഓർമ്മിപ്പിച്ചത്. എടി, എന്റെ ഇപ്പോഴത്തെ ജോലി എനിക്ക് ശരിയാവാൻ തോന്നുന്നില്ല. ഭയങ്കര കഷ്ടപ്പാടാണ്. അവിടെ ഇട്ട് അടിമയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓട്ടിക്കണം. ക്യാഷ്യർ ജോലി എന്നും പറഞ്ഞ് ചെന്നതാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് മുന്നോട്ട് പോകും. ചേട്ടാ, ഇപ്പൊ ഈ ജോലി കളയണ്ട. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ജോലി തന്നെ കിട്ടിയെന്ന് ചേച്ചി പറഞ്ഞല്ലോ. അവരങ്ങനെ പലതും പറയും. നമുക്ക് അഡ്മിഷനൊക്കെ പിന്നെ എടുക്കാം. ഇപ്പൊ ആരെടുത്ത്? ഞാൻ കുളിച്ചിട്ട് വരാം. ഹലോ, വേണോമാ? ഞാനെ തൊട്ട് പണിക്ക് വരാനല്ല, എനിക്ക് വയ്യ. ശരിയോ? എന്ത്? നാളെ മാളുവിന്റെ ബർത്ത്ഡേ ആണ്. ഓ, 19 ആയല്ലേ? അതിനിപ്പോ എന്ത്?
അല്ല, ഒരു കേക്ക് വാങ്ങിക്കണം, ഒരു 500 രൂപ. ജോലി ശരിയാകുമ്പോൾ തിരിച്ചു തരാം. നീ ആരെന്നാ നിന്റെ വിചാരം? ഉള്ള പണിയും കൊണ്ട് കളഞ്ഞ അവന് ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന്. അവളുടെ വീട്ടുകാരുടെ ശാപം നീ എവിടെ കൊണ്ട് കളയോടാ? ഗതി പിടിക്കോടാ നീ? നിനക്ക് തോന്നുന്നുണ്ടോ അത്? രാജകുമാരിയെ പോലെ ആ വീട്ടിൽ വളർന്ന കൊച്ചായിരുന്നു. അതിലും വലിയ നിലയിൽ നോക്കാൻ പറ്റുമെങ്കിൽ നീ ഈ പണിക്ക് പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അത് ഇവിടെ കിടന്ന് നരയിക്കുന്നു, പഠിപ്പും മുടങ്ങി. ഞാൻ പണിക്ക് വന്നിട്ട് ഇവിടെ പട്ടിണിയില്ലാതെ നടക്കുന്നു. അതിനാടല്ല അവൻ്റെ ബർത്ത്ഡേ ആഘോഷം. അച്ഛന് തരാൻ പറ്റുമെങ്കിൽ തന്നാൽ മതി, അല്ലാതെ അച്ഛൻ്റെ കൂടുതൽ പ്രാരാബ്ധ കഥയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ പറയോടാ, എനിക്ക് അതിന്റെ വിഷമമുണ്ട്. അതിനൊരു നല്ലൊരു ഉടുപ്പ് വാങ്ങി കൊടുക്കാൻ നിന്റെ പൈസ ഉണ്ടാ? നീ എങ്ങനെയാണ് അവളെ നോക്കാൻ പോകുന്നത്? അന്നത്തെ കാലത്ത് നിന്റെ അമ്മയെ കെട്ടുമ്പോൾ എനിക്ക് 100 രൂപയായിരുന്നു ശമ്പളം. അത് വെച്ചാൽ ഞാൻ അവളെ നോക്കിയത്. അതുപോലെ ഒന്നും നിനക്കില്ല. ഓർമ്മ വേണം. എൻ്റെ അമ്മോ, എനിക്ക് അച്ഛൻ്റെ പൈസ വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നീ ഇപ്പൊ ആ വേണുവിന്റെ കടയിൽ തന്നെ തുടരും. പിന്നെ വേറെ എന്തെങ്കിലും നോക്കാം. നമുക്കിപ്പോൾ അവളെ പഠിക്കാനും വിടാം. അവളെ പഠിപ്പ് തുടരണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് മാത്രമല്ല, അവളെ ഇനി കോളേജ് ഇട്ടിട്ടാണ് ആരെങ്കിലും കളിയാക്കെ, അതും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ വിടാത്തത്. അല്ലാതെ പണവും ജോലി ഇല്ലാത്തതുകൊണ്ടല്ല. ഒന്ന് പോവാച്ച. നിന്റെ ചേച്ചി ഞാൻ അവളുടെ ബർത്ത്ഡേ മറന്നിട്ടില്ല. നിന്റെ ചേച്ചി ഇന്നലെ എന്നോട് പറഞ്ഞു, ഒരു കേക്ക് വാങ്ങി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഉടുപ്പും വാങ്ങിയിട്ടുണ്ട്. അളവ് ശരിയാണോ എന്നറിയില്ല. ഒരച്ഛനായി പോയില്ലേ, എന്ത് ചെയ്യാനാ. താങ്ക്സ്. ഓ, നന്ദിയൊക്കെ പറയാൻ തുടങ്ങിയോ? എങ്കിൽ നിന്റെ ചേച്ചിക്കും കൊടുത്തരാം ഒരു നന്ദി. ഓ, അവക്കൊന്നും വേണ്ട. മോളെ മാളു, നീ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെ, അതുകൊണ്ട് ചേച്ചി പറയുന്ന പോലെ കേട്ടാൽ മതി. ഇന്നു മുതൽ നീ എൻ്റെ റൂമിൽ കിടന്നാൽ മതി. അതെന്താ ചേച്ചി? വേറൊന്നുമല്ല മോളെ, നമ്മുടെ എല്ലാവരുടെയും ചെലവ് ഇപ്പം ഞാനും അച്ഛനും കൂടെ നോക്കുന്നത്. ഇനി ഇവിടെ ആള് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങത്തില്ല. അല്ല, അതിന് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. മോളെ അറിയാലോ, ഈ കുഞ്ഞെന്നൊക്കെ പറയുന്നത് ദൈവം തരുന്നതാ. പുള്ളിക്കാരൻ ഇപ്പം പെട്ടെന്നൊരാളെ ഇങ്ങോട്ട് തരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മോള് ഞാൻ പറയുന്ന കേക്ക്. അവൾ ഒരിടത്തും വരലില്ല, അവൾ എൻ്റെ കൂടെ കിടന്നോളൂ. നീ പോയേ, നീ ഇടയ്ക്ക് ഇവിടുന്ന് വന്ന്? അവൾ എൻ്റെ ഭാര്യയാണ്, അവൾ എൻ്റെ കൂടെയാണ് കിടക്കേണ്ടത്. ആദ്യം നീ ഒരു ജോലി വാങ്ങി അച്ഛനെ സഹായിക്കും, എന്നിട്ടാവാം ഭാര്യയും ഭർത്താവും കളി. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്നെ വെറും പൊടിക്കുപ്പിയാക്കുള്ള പരിപാടി നിർത്തിക്കും. നിങ്ങൾ രണ്ടുപേരും ഇവളെ കൊണ്ടുവന്ന് അന്നോട്ട് തുടങ്ങിയതാണ് എൻ്റെ അടുത്ത് ചൊറിയാൻ. പിന്നെ നിന്റെ അസുഖം എന്താണെന്ന് എനിക്കറിയാം. ഇത്രയും വയസ്സായിട്ട് ഒന്നും നടക്കണില്ലല്ലോ, അതിന്റെ പ്രശ്നം. എന്ന് വെച്ച് ഞാൻ ജോലിയും കൂലി ഇല്ലാത്തവൻ തല പോയി കയറിയില്ലല്ലോ. ചേട്ടാ, ചേച്ചിയോട് ചുമ്മാ തർക്കിക്കാതെ. ചേച്ചി നമ്മളെ നല്ലതിന് വേണ്ടിയല്ലേ പറയണേ. ഓഹോ, നീ അവളെ സൈഡായ? അപ്പൊ നിനക്ക് എന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലേ? പാക്ക് എന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. പാക്കേടി, വേറെ സംസാരം വേണ്ട. ഇറങ്ങി. ചേട്ടൻ ഇത് എന്തൊക്കെയാ പറയണേ? എനിക്ക് ചേട്ടനോട് നിന്നാ മതി. അതിന് വേണ്ടിയല്ലേ ഞാൻ ചേട്ടനോട് ഇറങ്ങി വന്നത്. നീ കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ ഇവിടെ പറഞ്ഞ ജോലിക്കും കുടിക്കും പോകത്തല്ലേ. നിർത്തി. പിന്നെ നീ എന്തിനു പറഞ്ഞാ? നിനക്കൊരു സ്ഥിരം പരാജയം ഉണ്ടല്ലോ, ഞാൻ പഠിക്കാൻ പറ്റില്ലെന്ന്. നീ കൂടുതൽ സംസാരിക്കണ്ട. ഇറങ്ങി. എനിക്കിപ്പോ എന്റെ വീട്ടുകാരായിട്ട് ഒരു ബന്ധമില്ല. നീ അവരെ കൂടെ കടന്നാൽ മതി. എന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത്. ഇറങ്ങി. എന്നെ സംസാരിക്കാൻ പറഞ്ഞില്ലേ? ഇനി ഞാൻ കൈ വെക്കും. മിണ്ടായി. ഇറങ്ങി. പെട്ടെന്ന് പാക്ക്. നീ കയറി. ചേച്ചി കയറി. നീ ഇവിടെ വാടി. അടിക്കലെന്ന് പറഞ്ഞു. അവളല്ലേ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്, നീയാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. ഇപ്പൊ ഇറങ്ങിക്കൊള്ളാം. സ്ഥിരമായിട്ടൊരു ജോലി കണ്ടുപിടിച്ചിട്ട് മാത്രം ഇവിടെ വന്നാൽ മതി. 3 ദിവസം കഴിഞ്ഞ് കളഞ്ഞിട്ട് വരുന്ന ജോലിയല്ല, സ്ഥിരമായിട്ടൊരു ജോലി. അതൊരു മാളുടെ സുരക്ഷിതയായിരിക്കും. അവളുടെ അഡ്മിഷൻ എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അവളെ ചെലവും പഠിപ്പെല്ലാം ഞാൻ നോക്കിക്കോളാം. നിനക്ക് ഞാൻ വാങ്ങി തരുന്ന ജോലിക്ക് പോയാലേ ബുദ്ധിമുട്ട്. നീ സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്ത്, എന്നിട്ട് നീ മുമ്പിൽ വന്നാൽ മതി. എന്റെ മാത്രമല്ല, അവളെ. ചേച്ചിയുടെ അകത്ത് പോയിക്കോ. ഓക്കെ, അപ്പം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഇങ്ങനെ ഒളിച്ചോടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അല്ലാത്തവരുടെ കാര്യവും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലൊരു ഭർത്താവിന്റെ വീട്ടുകാരെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കേണ്ട. കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ വെറും സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഒക്കെയാണ്. അപ്പൊ ഇതുപോലെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഇതിലും കഷ്ടകരമായിരിക്കും നിങ്ങളുടെ അവസ്ഥ. കൂടിപ്പോയ 1 മാസം, അത് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അവന് നിങ്ങൾ ഒരു വിലയില്ലാണ്ടാവും. നഷ്ടപ്പെടുന്നത് സ്ത്രീകൾക്ക് മാത്രമായിരിക്കും. ഒരു ജോലിയും കൂലിയും ഉണ്ടോന്ന് പോലും തിരക്കാതെ ആയിരിക്കും ഇവളുമാരെ ഇറങ്ങി പോകുന്നത്. കൊച്ചു പിള്ളേരല്ലേ, ഒന്നും ആലോചിക്കത്തൊന്നുമില്ല, എടുപിടിയെന്നും പറഞ്ഞ് ഇറങ്ങി പോകും. പിന്നെ ആയിരുന്നു വേണ്ടാന്നും പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. പിന്നെ ലാസ്റ്റ് അവസാനം ജീവൻ അവസാനിപ്പിക്കും. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എത്ര പേരുടെ കുടുംബമാണ് ഈ തകരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കണ്ടന്റ് എടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് വേറെ ഒരുപാട് കണ്ടന്റ് ഉണ്ട് സംസാരിക്കാനായിട്ട്, ഇത് മാത്രമല്ല. പക്ഷെ എന്നാലും ഇതൊക്കെ കണ്ടെങ്കിലും കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഉസ്താദ് പ്രസംഗിച്ച ആ ഒരു വീഡിയോ, അത് എന്തായാലും ഭയങ്കര വിവാദമായിരിക്കുവാണ്. ഇപ്പം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഈ രാജ്യത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഒരു കുഴപ്പമില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇത് അവസ്ഥ എന്നറിയ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ദുനിയാവ് അങ്ങനെ.
അന്യ ഒരു പുരുഷന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലത്. 7 വെള്ളത്തിൽ കഴുകിയാ ശുദ്ധമാകുമല്ലോ. പോകടാ ചെറുപ്പക്കാരാ, ഓന്തോടിയാ എവിടെ വരെ പോകുമടാ? നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാ? ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ നീ പോയാലും പെങ്ങളെ എങ്ങനെ വേണമെങ്കിലും നടന്നോ. ഫർദയും ധരിച്ച് ഫർദ ഊരി തലയിൽ കെട്ടി വേണമെന്ന് നടന്നോ. എന്ത് വേണമെങ്കിലും കാണിച്ചോ. നിന്റെ കൂടെ ആളുണ്ടല്ലോ. എങ്ങനെ വേണമെങ്കിലും നടന്നോ. പക്ഷേ അല്ല ഓർമ്മപ്പെടുത്തുകയാ, ഇത് അല്ലാന്റെ ഭീഷണിയാ പെണ്ണ്, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ പെണ്ണ്. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. നീയൊക്കെ എവിടെ പോകാനാടി? നീയൊക്കെ എവിടെ പോകാനാടാ ചെറുപ്പക്കാരാ? അല്ല പറയും, നിന്നെ ഞാൻ കൊണ്ടുവരുമടാ, എന്റെ മുമ്പിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരുമല്ലോ. നീയൊക്കെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരേണ്ടവനാണല്ലോ. എവിടെ പോകാനാ നീയൊക്കെ? നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമല്ലോ. ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്കൊക്കെ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടരുതെന്നല്ല അല്ല പറഞ്ഞത്. വലാ തഖറബുസ്സിനാ, അതിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. അന്യപുരുഷന്റെ ശരീരത്തെ തൊടുന്നത്, അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത്, പിഴച്ചവനെ അത് വ്യഭിചാരമാണത്, പാപമാണ്, പാപമാണ്. പെണ്ണേ, നീ സലാം പോലും പറയാൻ പാടില്ല. ഒരു അന്യ പുരുഷനോട് നീ സലാം പറയരുത്. ഒരു അന്യ പുരുഷന്റെ മയ്യത്ത് നീ കാണരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ എവിടെന്ന് പറയുമ്പോ നാടും പെണ്ണും എവിടെയാടോ? സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറി കെട്ടിപ്പിടിക്കുന്ന കാലമാ. ചേർന്നിരുന്ന് സെൽഫി എടുക്കുന്ന കാലമാ. പടച്ചവനെ, ഇന്ന് പ്രണയ ദിനമായിരുന്നല്ലോ. ഫെബ്രുവരി 14 പ്രണയിക്കുന്നവരുടെ ദിനമാണ്. റബ്ബേ, അപ്പൊ എന്തായാലും ഇതിനകത്ത് ഷഹലയുടെ പേര് ഉസ്താദ് എടുത്തു പറയുന്നില്ല. പക്ഷെ ഷഹലയെ കുറിച്ചാണെന്ന് നമുക്കത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഈ ഒരു വീഡിയോ ഉസ്താദ് ചെയ്തതിന്റെ ഇടയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. ഉസ്താദിന് വേറെ പണിയൊന്നുമില്ല, ഉസ്താദ് എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്, വേറെ പരിപാടിയൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മതം നോക്കിയിട്ടല്ല, ആരാണ് ശരി പറയുന്നത്. ഇപ്പൊ ഉസ്താദ് ആണെങ്കിലും നമ്പൂതിരി ആണെങ്കിലും പള്ളിയിലച്ചനാണെങ്കിലും ആരാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ അവര് പറയുന്നത് ശരിയാണോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത്. എന്നിട്ട് ഈ ഉസ്താദ് പറയുന്നത് ശരിയാണെന്നാണ് എന്റെ അഭിപ്രായം. ഈ ഉസ്താദ് പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ഈ ഉസ്താദിന്റെ അഭിപ്രായത്തോടു കൂടി യോജിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണം. എന്തായാലും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.